welcome back to our channel. മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2025 ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ക്ലാസ് 3 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കംപ്രഹെൻഷൻ. അപ്പൊ എന്താണ്, ഒരു പാസേജ് തന്നിട്ടുണ്ട്, then അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പാസേജ് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. രാഹുൽ ഹാഡ് എ പെറ്റ് റാബിറ്റ് നെയ്മഡ് ഫ്ലഫി. അപ്പൊ രാഹുലിന് എന്തുണ്ട്, ഒരു പെറ്റ് റാബിറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ഫ്ലഫി. ഫ്ലഫി വാസ് വൈറ്റ് ആൻഡ് ക്യൂട്ട്. അപ്പൊ ഫ്ലഫി എങ്ങനെയാണ്, നല്ല വെളുത്തത് നല്ല ക്യൂട്ടും ആണ്. രാഹുൽ ഫെഡ് ഫ്ലഫി ഫ്രഷ് വെജിറ്റബിൾസ് എവറി ഡേ. അപ്പൊ രാഹുൽ എല്ലാ ദിവസവും ഫ്ലഫിക്ക് എന്ത് കൊടുക്കും, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊടുക്കും. ഫ്ലഫി ലവ് ടു ഹോപ്പ് അറൌണ്ട് ഇൻ ദ ഗാർഡൻ. അപ്പൊ അവിടൊക്കെ ഇങ്ങനെ ഗാർഡനിലൊക്കെ നടക്കാൻ ഫ്ലഫിക്ക് ഇഷ്ടമാണ്. വൺ ഡേ രാഹുൽ മെയ്ഡ് എ സ്പെഷ്യൽ house for Fluffy. Fluffy was very happy and jumped with joy. അപ്പൊ ഒരു ദിവസം രാഹുൽ എന്ത് ചെയ്തു, ഫ്ലഫിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി. ഫ്ലഫിക്ക് എന്താ, വളരെയധികം സന്തോഷമായി. ഫ്ലഫി ഇങ്ങനെ തുള്ളാനായിട്ട് തുടങ്ങി, ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, രാഹുൽസ് ഫാമിലി ലവ്ഡ് ഫ്ലഫി ടു. അപ്പൊ എന്താണ്, രാഹുലിന്റെ ഫാമിലിക്കും ഫ്ലഫീനെ നല്ല ഇഷ്ടമാണ്. ഹിസ് ലിറ്റിൽ സിസ്റ്റർ റിയ would play with Fluffy every afternoon. അപ്പൊ എല്ലാ ആഫ്റ്റർനൂണിലും എന്താണ്, റിയ ഫ്ലഫീനായിട്ട് കളിക്കും. Fluffy loved to hide behind the bushes and Riya would laugh and try to find her. Rahul's mother would give Fluffy fresh carrots and apples. അപ്പൊ എന്താണ്, ഈ ഫ്ലഫി റിയയുടെ കൂടെ ഈ ബുഷിന്റെ ഇടയിലൊക്കെ ഒളിച്ചിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. രാഹുലിന്റെ അമ്മ ഫ്ലഫിക്ക് എപ്പോഴും എന്താ, ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സും ആപ്പിളും ഒക്കെ കൊടുക്കും. ഫ്ലഫി would twitch her whiskers and sniff the trees happily. On Sundays, Rahul would take Fluffy out of her house and let her roam around the backyard. Fluffy would hop around exploring every nook and corner. അപ്പൊ ഫ്ലഫി എന്താ, എല്ലാ കോർണറും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. രാഹുൽ would watch her smile. He loved seeing Fluffy so happy. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാന് രാഹുലിന് നല്ല ഇഷ്ടമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. വാട്ട് വാസ് ദ നെയിം ഓഫ് രാഹുൽസ് പെറ്റ് റാബിറ്റ്. രാഹുലിന്റെ പെറ്റ് റാബിറ്റിന്റെ പേരെന്താണ്, എന്താണ്, ഫ്ലഫി. വാട്ട് കളർ വാസ് ഫ്ലഫി, നമ്മൾ പറഞ്ഞു വൈറ്റ് കളർ ആണ്. ഏതാണ്, വൈറ്റ്. വാട്ട് ഡിഡ് രാഹുൽ ഫീഡ് ഫ്ലഫി. രാഹുൽ എന്താണ് ഫ്ലഫിക്ക് കൊടുക്കുക, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ്. What did Fluffy love to hop around. എവിടെയാണ് ഇങ്ങനെ നടക്കാനൊക്കെ ഫ്ലഫിക്ക് ഇഷ്ടം, in the garden. What did Rahul make for Fluffy. ഫ്ലഫിക്ക് എന്താണ് രാഹുൽ ഉണ്ടാക്കിയത്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹൗസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 തോട്ട്സ്. തോട്ട്സ് ആണ്. Every day you work like a horse but your pockets are always empty, his wife said. അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്, ഇത് ആര് പറഞ്ഞതാ, ഫാമറിന്റെ വൈഫ് പറഞ്ഞതാണ്. ഏത് ലെസണിൽ തന്നെ, ഹോണസ്റ്റി പേജ് എന്ന് പറയുന്ന ലെസണിലത്തെ ഫാമറിന്റെ വൈഫ് പറഞ്ഞതാണ്. Then the farmer left the house without uttering a word. What may be his thoughts? Write them down. അപ്പൊ എന്താണ്, അപ്പൊ അവിടുന്ന് ഫാമർ ഒന്നും തന്നെ പറയാണ്ട്, അവിടുന്ന് ഒരു അക്ഷരം പോലും പറയാണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ എന്തായിരിക്കും ആ ഫാമറിന്റെ തോട്ട്സ്, എന്തായിരിക്കും, Oh God, how can I take her to the carnival? എന്താണ്, ഞാൻ എങ്ങനെയാണ് അവളെ കാർണിവൽ കാണിക്കാൻ കൊണ്ടുപോവുക. She has never asked anything till now. അപ്പൊ ഇത്രയും കാലമായിട്ട് അവൾ എന്നോട് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. How can I fulfill her wish? ഞാൻ എങ്ങനെയാണ് അവളുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ, നിറവേറ്റുക. I have no money. എൻ്റെ എന്താണ്, പൈസ ഒന്നുമില്ല. Let me use the gold coin that I kept inside the palace wall. അപ്പൊ എന്താണ്, ഞാൻ ആ പാലസ് വാളിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കോയിൻ യൂസ് ചെയ്യാം. It is the only way for me to take her to the carnival. അപ്പൊ അവളെ
കാർണിവലിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. I kept that for my future use. അപ്പൊ ഞാൻ അത് എടുത്തു വെച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാല് എന്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഉപയോഗത്തിനാണ്. But let me use it now to fulfill her dreams. പക്ഷെ എന്താണ്, പക്ഷെ അത് ഇപ്പോൾ അവളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കണം. Later I will work hard and earn more. അപ്പൊ ഇനി ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിക്കോളാം. അപ്പൊ ഈ തോട്ട്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഫാമറിന്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Finally Dorothy and Toto reached their village. അപ്പൊ എന്താണ് ഡൊറോത്തിയും ടോട്ടോയും? ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന യൂണിറ്റിയാണ്. ഡൊറോത്തിയും അതുപോലെ ടോട്ടോയും എന്താണ് വില്ലേജിൽ എത്തി. അങ്കിൾ ആൻഡ് ഓണ്ട് were happy to see them. അപ്പൊ ഇവരിനെ കണ്ടപ്പോ എന്താ, അങ്കിളിനും ഓണ്ടിനും വളരെയധികം സന്തോഷമായി. What would be the likely conversation between Dorothy and her uncle? അങ്ങനെയാണെങ്കിൽ ഡൊറോത്തിയും അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? നമുക്ക് നോക്കാം. That's a great story, uncle. There is a lot to say. അപ്പൊ എന്താണ്, അതൊരു വലിയൊരു കഥയാണ് അങ്കിൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഡൊറോത്തി പറയാണ്. ഞാൻ അങ്കിള് ചോദിക്കുന്നുണ്ട്, what happened my dear? Aren't you scared when the house flew away? അപ്പൊ എന്താണ് മോളെ, എന്ത് കാര്യം, ഈ വീട് പറന്നു പോയപ്പോ നിങ്ങൾ പേടിച്ചോ എന്ന് ചോദിക്കാണ്. Then Dorothy, I was really scared. അപ്പൊ എന്താണ്, എനിക്ക് നല്ലോണം പേടിയായി. When then landed at a strange place, we saw many munchkins there. അപ്പൊ എന്താണ്, ഞങ്ങൾ എന്താണ് ഒരു സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് അറിയാത്ത ഒരു സ്ഥലത്താണ് അത് പോയി ലാൻഡ് ചെയ്തത്. അപ്പൊ അവിടെ എന്താ, ഒരുപാട് മൻസ്കിൻസ്, ചെറിയ മനുഷ്യരുണ്ടായിരുന്നു. Did they hurt you? അപ്പൊ അങ്കിൾ അപ്പൊ തന്നെ ചോദിക്കാണ്, അവർ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാണ്. Then Dorothy, no, they were very good. അവർ നല്ലതായിരുന്നു. Our house fell on a wicked witch who lived there. അപ്പൊ അവിടുത്തെ ഒരു വിക്ഡ് വിച്ചിന്റെ ഹൗസിന്റെ മേലെയാണ്. അപ്പൊ വിക്ഡ് വിച്ച് എന്താന്നൊക്കെ നമ്മൾ ലെസൺ പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹൗസിന്റെ മേലെയാണ് ഞങ്ങളുടെ ഹൗസ് വന്ന് ലാൻഡ് ചെയ്തത്. അങ്ങനെ വിക്ഡ് വിച്ച് മരിച്ചു. These men were her slaves, therefore they thanked me for saving them all. അപ്പൊ എന്താണ്, ആ വിക്ഡ് വിച്ച് അവിടെയുള്ള മനുഷ്യന്മാരിനൊക്കെ അടിമയാക്കി വെച്ചിട്ടായിരുന്നു. അപ്പൊ അവരിനെ കൊന്നപ്പോ എന്താണ്, അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഞങ്ങളോട് നന്ദി പറഞ്ഞു. Then uncle ചോദിക്കാണ്, how did you come back? നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വന്നത്? Then Dorothy, a magician helped me. He is known as the Wizard of Oz. He told me to stay in the beautiful place. But when I told him that there is no place more beautiful than our home, he helped me to reach here. അപ്പൊ എന്താണ്, ഒരു മെജീഷ്യൻ ആണ് ഞങ്ങളെ സഹായിച്ചത്. അദ്ദേഹത്തിന് എന്താണ്, വിസാർഡ് ഓഫ് ഓസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വീടിനേക്കാൾ എന്താ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും ലോകത്തില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഞങ്ങളെ ഇവിടെ എത്താൻ വേണ്ടി സഹായിച്ചു. അങ്കിൾ എന്താണ്, എനിവേ താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിനോട് നന്ദി പറയാണ്. അങ്ങനെ ആ കോൺവെർസേഷൻ അവിടെ അവസാനിച്ചു. ഇനി ആക്ടിവിറ്റി 4 എന്താണ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. അപ്പൊ നമുക്ക് എക്സാമിന് ഒരു പിക്ചർ തരും, നമ്മൾ നമ്മുടേതായ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The farmer and his wife went to the carnival. അപ്പൊ നമ്മുടെ ഹോണസ്റ്റി പേജ് എന്ന് പറയുന്നതിലത്തെ പിക്ചർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Look at the picture and describe your scene your own words. അപ്പൊ എന്താണ്, ഈ സീൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ ഈ സീൻ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വേർഡ്സിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. The picture shows a busy colorful carnival. അപ്പൊ നല്ല ബിസി ആയിട്ടുള്ള ഒരു കളർഫുൾ കാർണിവൽ ആണ് ഈ പിക്ചർ കാണിക്കുന്നത്. Many people are gathered there smiling and enjoying the carnival. അപ്പൊ ഒരുപാട് പേര് അവിടെ ചുറ്റും കൂടി നിന്നിട്ട് എന്താണ്, ചിരിക്കുന്നുണ്ട്, കാർണിവൽ എൻജോയ് ചെയ്യുന്നുണ്ട്. A child and a man sit on an elephant. അപ്പൊ ആനപ്പുറത്ത് എന്താ, ഒരു ചൈൽഡും ഒരു മാനും ഇരിക്കുന്നുണ്ട്. Children are holding balloons and giant wheels can be seen as a background. അപ്പൊ എന്താണ്, കുട്ടികളൊക്കെ ബലൂണ് പിടിച്ചു നിൽക്കുന്നുണ്ട്,
പിന്നെ നമുക്ക് ബാക്കിലായിട്ട് ഒരു giant wheel, ഒരു യന്ത്ര ഊഞ്ഞാല് കാണാൻ പറ്റുന്നുണ്ട്. Some people are eating snacks while others are looking at the elephant. അപ്പൊ കുറച്ച് പേര് സ്നാക്സ് കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് എലഫന്റിനെ നോക്കി നിൽക്കുന്നുണ്ട്. Toys are hanging on the toy shop. Toy shopൽ എന്താണ് ടോയ്സ് ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. The place is full of enjoyment and happiness. അപ്പൊ ഈ place എന്താ പറയുന്നത്, നല്ല എൻജോയ്മെന്റും ഹാപ്പിനെസ്സും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ അതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പൊ പിക്ചർ നമ്മൾ കാണാത്ത ഏതെങ്കിലും പിക്ചർ ആണ് തരിക, അത് നോക്കിയിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5 is our last activity, സൈൻ ബോർഡ് ആണ്. എന്താ, write suitable signboard below each pictures. One is done for you. അപ്പൊ എന്താണ്, ഒരു ലൈബ്രറിയുടെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ അടിയിൽ കീപ് സൈലൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൈലൻസ് ആയിരിക്കുക. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്ക് 2 ബിന്നും ഒരു വെള്ളം പോകുന്ന ടാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബിന്നിന്റെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, യൂസ് മീ, എന്നെ ഉപയോഗിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, വേസ്റ്റ് ബിന്നിന്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ടാപ്പിന്റെ അവിടെയോ സേവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കും. അപ്പൊ സിമ്പിൾ ആണ്, അപ്പൊ ഇതും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.